നിങ്ങളൊരു തുടക്കക്കാരനാണോ? ആദ്യമായിട്ടൊരു ബാങ്ക് എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചുറച്ച ഒരാളാണോ? നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എന്താണെന്നല്ലേ, നമുക്ക് എങ്ങനെ പഠിക്കണം, ബാങ്ക് എക്സാംസിന് എന്താണ് പഠിക്കേണ്ടത്, സിലബസ് എന്താണ്, അല്ലെങ്കിൽ ചിലർ പറയും റീസണിങ്ങും ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാ. എന്താണ് ക്യു എൽ എന്താണ് പഠിക്കേണ്ടത്, റീസണിങ്ങിൽ എന്താണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷിൽ എന്താണ് പഠിക്കേണ്ടത്? ചില ആൾക്കാർ പറയും അത് പ്രിലിംസിന്റെ സിലബസാ, മെയിൻസിന് എന്താ പഠിക്കണ്ടേ? മെയിൻസിന് വേറൊരാളുണ്ട്, ജനറൽ അവയർനെസ്, കേട്ടിട്ടുണ്ടോ? അതിലെന്താണ് പഠിക്കേണ്ടത്? ഇത് എവിടുന്ന് നിങ്ങൾക്ക് കിട്ടും, ഡാറ്റാസ് കാര്യങ്ങൾ എവിടുന്ന് കിട്ടും തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? യെസ്. നമുക്ക് പ്രധാനമായിട്ടും ബാങ്ക് എക്സാമിന് 2 എക്സാം ആണ് ഉള്ളത്. ഏത് എക്സാം എടുത്തോട്ടെ, ക്ലറിക്കൽ എക്സാം ആയാലും ഓഫീസർ ലെവൽ PO എക്സാം ആയാലും 2 എക്സാം എന്തായാലും പാസ്സാവണം. ഒരു പ്രിലിമിനറി എക്സാമും ഒരു മെയിൻസും നമ്മൾ എഴുതണം. അതിനുശേഷം ഓഫീസർ ലെവൽ എക്സാമുകൾക്ക് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും. അതിൽ നമുക്ക് മെയിൻസിൻ്റെ ഒപ്പം ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, ഇന്റർവ്യൂവിന് മുന്നേ ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം. അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്സാമിനും വ്യത്യാസമാണ്. SBIയുടെ പോലെ ആയിരിക്കില്ല IBPSന്, അതേപോലെ ആയിരിക്കില്ല റീജിയണൽ റൂറൽ ബാങ്കിന്, ഇൻഷുറൻസിന് വേറെ രീതിയിലായിരിക്കും. പക്ഷേ 2 എക്സാം എന്തായാലും ഉണ്ടാവും. ഒരു പ്രിലിംസും ഉണ്ടാവും, ഒരു മെയിൻസും ഉണ്ടാവും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിലിംസിന് നമ്മൾ പറഞ്ഞിരിക്കേണ്ട 3 ആൾക്കാരാണ്. ആരൊക്കെയാ? അതാ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ആരൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് എന്ന് പറയും. റീസണിങ് എബിലിറ്റി, ഓക്കെ, മെന്റൽ എബിലിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്ലിയർ അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, 10ാം ക്ലാസ് ബേസിക് ഉള്ള ഒരു കുട്ടിക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എക്സാം ആണ് ഞാൻ എഴുതുന്നത്, വെറുതെയാ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ. നമ്പർ സീരീസ് മിസ്സിംഗ് ഉണ്ട്, റോങ് നമ്പർ സീരീസ് ഉണ്ട്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, DI, നമ്മൾ ബാർ ചാർട്ട്, ലൈൻ ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ടേബിൾ ഡാറ്റ തന്ന അനാലിസിസ് ഒക്കെ ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരും, X ആണോ Y ആണോ വലുതെന്ന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അരിത്തമെറ്റിക് വേർഡ് പ്രോബ്ലംസ്, അതിലാണ് ഈ പറഞ്ഞ കുറച്ചധികം ആൾക്കാരുണ്ട്. ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ തുടങ്ങി ട്രെയിനിന്റെ പ്രോബ്ലംസ്, ബോട്ട് ആൻഡ് സ്ട്രീംസിന്റെ പ്രോബ്ലംസ്, ആവറേജ്, റേഷ്യോ, പെർസെൻറ്റേജ്, LCM, HCF തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരുന്നത് ഏതിലാ? ഈ അരിത്തമെറ്റിക് വേർഡ് പ്രോബ്ലംസിലാണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. സെറ്റ് ആണെന്ന് കരുതുന്നു. ഇനി വരുന്നതാണ് റീസണിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. വെരി 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 ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഇൻഇക്വാലിറ്റീസ്, സിലോജിസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ അത് എന്താണ്, ഇപ്പോൾ ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻസ്, നമ്മൾ ഈ കോമഡി ഷോയിലൊക്കെ കാണാറുള്ള ഒരു കാര്യമാണ് ബ്ലഡ് റിലേഷൻസ്. ഇന്നയാളുടെ അച്ഛൻ്റെ മകന്റെ മകളാണ് ഇന്നാള്, അങ്ങനെയാണെങ്കിൽ ഇന്നയാളുടെ ആരാണ് ഇയാള് എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ? സെയിം ബ്ലഡ് റിലേഷൻ. ഡയറക്ഷൻ ടെസ്റ്റ്, ഒരാളൊരു സൈക്കിൾ എടുത്ത് നോർത്തിലേക്ക് പോയി, അയാൾ ലെഫ്റ്റ് തിരിഞ്ഞു, റൈറ്റിലേക്ക് പോയി, ദെൻ ടേൺ ലെഫ്റ്റ്, ഇപ്പൊ എവിടേക്കാണ് നിൽക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന ഡയറക്ഷൻ ടെസ്റ്റ്. ആൽഫ ന്യൂമറിക്കൽ സീരീസ്, ഓർഡർ ആൻഡ് റാങ്കിങ്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നമ്മളുടെ ഇംഗ്ലീഷാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന കാര്യമാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ക്ലോസ് ടെസ്റ്റ്, പാരാ ജംബിൾസ്, എറർ ഡിറ്റക്ഷൻ ആൻഡ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വൊക്കാബുലറി, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആണ്. എഡിറ്റോറിയൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എഡിറ്റോറിയൽസ് ഇംഗ്ലീഷിന് മാത്രമല്ല നമ്മളെ സഹായിക്കാം, എന്തിനും കൂടിയാണ്, നമുക്ക് ജനറൽ അവയർനെസ്സിന് കൂടി നമ്മൾ എന്ത് ചെയ്യും, അത് സഹായിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, മനസ്സിലാക്കുക. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷിന്റെ സിലബസിൽ പ്രധാനമായിട്ടും വരുന്ന ആൾക്കാർ. ദെൻ നമുക്ക് ഇത് മാത്രം പോരല്ലോ, മെയിൻസിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് 2 ആൾക്കാരും കൂടി ഉണ്ട്. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ ഇത് വൺസ് പഠിച്ചു വെച്ചാൽ റിവൈസ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ ബേസിക്, MS ഓഫീസ്, നെറ്റ്വർക്കിംഗ്, സൈബർ സെക്യൂരിറ്റി എക്സെട്ര. കമ്പ്യൂട്ടറിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, കുറച്ച് അബ്രിവേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വൺസ് പഠിച്ചു വെക്കാം. ഇതാണ് റാങ്കിങ് മേക്കിംഗ്. ഇവനാണ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, റീസണിങ്ങും ഇംഗ്ലീഷും
QAയും അറിയാത്ത ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി പ്രിലിംസ് പാസ്സാവോ? പാസ്സാവില്ല. സത്യമാണ്, പാസ്സാവില്ല. അപ്പൊ അവൻ എന്തായാലും മെയിൻസിലേക്ക് വരുമ്പോ QA ചെയ്യാൻ അറിയാം, റീസണിങ് ചെയ്യാൻ അറിയാം, ഇംഗ്ലീഷ് ചെയ്യാൻ അറിയാം. അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നവരെ പ്രിലിംസ് പാസ്സാവുള്ളൂ, അതൊരു സത്യ. പക്ഷേ ജനറൽ അവയർനെസ് നന്നായിട്ട് പഠിച്ചിട്ടുള്ള മിടുക്കന്മാരും മിടുക്കികൾ എന്ത് ചെയ്യും? നല്ല മാർക്ക് സ്കോർ ചെയ്ത് ജോലിയിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ. കറണ്ട് അഫയേഴ്സ് അവസാനത്തെ ലാസ്റ്റ് 6 മാസം എന്തായാലും പഠിക്കണം. ഇപ്പൊ ഒരു 8 മാസത്തേക്ക് ഉള്ളിലേക്ക് ചോദിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയാ പഠിക്കണ്ടേ? ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, RBI സർക്കുലേഴ്സ്, ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് RBI സർക്കുലേഴ്സ്, സെബി മോണിറ്ററി പോളിസീസ് എക്സെട്ര, സ്റ്റാറ്റിക് GK, ഇപ്പൊ ക്യാപിറ്റൽസ്, കറൻസി, ഇമ്പോർട്ടന്റ് ഡേയ്സ്, അവാർഡ്സ് എക്സെട്ര. ഞാൻ ഈ പറഞ്ഞതായി എഡിറ്റോറിയൽസ് ഇവിടെയും വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എഡിറ്റോറിയൽസ് ഇവിടെയും വന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്? സിലബസിൽ വരുന്നത്. ഇനി അത് കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഓഫീസർ ലെവലിലേക്ക് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഫോർ PO ഓഫീസർ ലെവലിലേക്ക് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടാവും. അത് കൂടാതെ ഫൈനൽ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റർവ്യൂ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ഇന്റർവ്യൂവിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ബാങ്കിങ് അവയർനെസ്, അത് ഓൾറെഡി പഠിക്കാത്ത ഒരാൾ മെയിൻസ് ക്ലിയർ ആവില്ല. എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ന്യൂസ് അതും അറിഞ്ഞിരിക്കണം. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്, അപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് അവർ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് ഇന്റർവ്യൂവിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരിക? എക്സാമിന് വരിക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ബാങ്കിങ് എക്സാമുകളിലേക്ക് ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ പ്രിലിംസിനൊക്കെ നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കോഴ്സ് നമ്മളുടെ ആപ്പിലുണ്ട്, എൻട്രിയുടെ ആപ്പിലുണ്ട്, അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസ്. അപ്പോൾ ബാങ്കിങ് പ്രിലിംസിന് നിസ്സാരം, പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അൾട്ടിമേറ്റ് കോഴ്സ് ഫോർ ക്രാക്കിംഗ് ബാങ്കിങ് പ്രിലിംസ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് GA കറണ്ട് അഫയേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ആപ്പിൽ എന്താണ്? GA. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് GA അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് RBI സർക്കുലേഴ്സ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, എന്നോട് മാത്രമല്ല എല്ലാ ഫാക്കൽറ്റീസിന്റെ അടുത്തും ചോദിക്കുന്നതാ, എങ്ങനെയാണ് ജനറൽ അവയർനെസ് പഠിക്കുക? ഇതിനായിട്ട് ക്ലാസ് കിട്ടുമോ? അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് അവർ തരുന്നതായിരിക്കും. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ജനറൽ അവയർനെസ്, അതായത് കറണ്ട് അഫയേഴ്സ്. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അസ്ത്ര എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ലൈവ് സെക്ഷൻസ് പോയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പ്രിലിംസിന് വേണ്ട റീസണിങ്ങിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെയും ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ പ്ലേലിസ്റ്റിലൊക്കെ എടുക്കുന്നുണ്ട് അസ്ത്ര സീരീസ്. അപ്പൊ അസ്ത്ര സീരീസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും റീസണിങ്ങിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെയും കാര്യങ്ങൾ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് കാണാം. അതിൽ A to Z കാര്യങ്ങൾ, അതായത് സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഫുൾ കാര്യങ്ങൾ എന്തുണ്ട് ആ സീരീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചാനലിൽ നിന്ന് അവൈലബിൾ ആണ്. അത് കൂടാതെ ഒട്ടനവധി കാര്യങ്ങളും നിങ്ങൾക്ക് ചാനലിൽ നിന്ന് കിട്ടും. ഒരുപാട് കണ്ടന്റ് വീഡിയോസ് ഉണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ജനറൽ അവയർനെസ് പഠിക്കണമെങ്കിൽ ആപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇംഗ്ലീഷോ സാർ ഏതാ? നമുക്ക് ഡെയിലി നമ്മളുടെ ഇംഗ്ലീഷിന്റെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് വീക്കിലി 3 ദിവസം നമ്മളുടെ ചാനലിൽ ലൈവ് പോകുന്നുണ്ട്. അപ്പൊ അഞ്ജലി മിസ്സിന്റെ ക്ലാസ് ആണ്. അതിൽ മിസ് എഡിറ്റോറിയൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെയുണ്ട്? വൊക്കാബുലറി, ഗ്രാമർ, റീഡിങ്, സ്കിമ്മിങ്, പ്രൈസിങ്, അതേപോലെ തന്നെ ഇഡിയംസ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്.
അപ്പൊ അതിലെല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും മിസ് അതിൽ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസും നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. ആ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായി, ഒരു ബാങ്ക് എക്സാമിന് വേണ്ട എന്താണ് റീസണിങ്, പ്രിലിംസിന് വേണ്ട റീസണിങ്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചാനലിലുണ്ട്. അത് കൂടാതെ ആപ്പിൽ നിന്നും ജനറൽ അവയർനെസിന്റെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് പർച്ചേസ് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ. അതുകൂടാതെ നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിന്റെ എഡിറ്റോറിയലിന്റെ ക്ലാസ്സുകൾ വീക്കിലി ഒരു 3 ദിവസം ലൈവ് പോകുന്നുണ്ട്. ആ വീഡിയോസ് നമ്മളുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അപ്പൊ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചാനലിലുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ അതിൽ വരാണെങ്കിൽ ജസ്റ്റ് അതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തോ. നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടീം അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് അതിന്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. ഏത് വീഡിയോ ആണ് കാണുന്നത് അതിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഞാൻ ഈ പറഞ്ഞു നമ്മളുടെ ഗോൾഡ് ബാച്ച്. ഈ ഗോൾഡ് ബാച്ചിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, പ്രിലിംസിന്റെ കോച്ചിങ്, ഒന്നും അറിയാത്തൊരു കുട്ടി ഇങ്ങോട്ട് വന്നു. ആ കുട്ടിക്ക് പ്രിലിംസ് ഫുള്ള് തറവാക്കി പഠിപ്പിച്ച് പ്രിലിംസിന് വേണ്ട ബേസിക് സിലബസുകൾ ഫുള്ള് കവർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആക്യുറസി സ്പീഡ് ഡെവലപ്മെന്റിനുള്ള കോച്ചിങ് കൊടുക്കും. അതിനുശേഷം മെയിൻസ്, ഹൈ ലെവൽ കോച്ചിങ് ആണ് മെയിൻസിന് വേണ്ട കോച്ചിങ്. ദെൻ ഞാൻ ഈ പറഞ്ഞ PO പോസ്റ്റുകളിലേക്കുള്ള ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റർവ്യൂ കോച്ചിങ്, ഗ്രൂപ്പ് ഡിസ്കഷന്റെ കോച്ചിങ്, അതെല്ലാം ഈ ഇതിന്റെ ഭാഗമായിട്ട്, ഈ എന്താണ് ഗോൾഡ് ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. ബാച്ച് ക്ലോസിങ് സൂൺ ആണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാനും ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. ഈ കൊല്ലം ഒരുപാട് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയായിട്ടുള്ള വേക്കൻസീസ് എല്ലാം അടുത്ത കൊല്ലത്തേക്ക് വിളിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യുക, ഇനി അപ്ലൈ ചെയ്യാനുള്ള എക്സാമുകൾ അപ്ലൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക, നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ എല്ലാവരും ആഗ്രഹിച്ച ആ പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.